ഈശ്വര, ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സ്വാമി. സാർ സാർ, എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ തമ്പുരാനോ? എപ്പോ എവിടെ? തമ്പുരാൻ വന്നിട്ടില്ല സാർ. തമ്പുരാൻ പറഞ്ഞു വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഓ, അതിനാണോ താൻ ആളെ പേടിപ്പെടുത്ത്? താമസിക്കാൻ വന്നോളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂലോ എപ്പോഴും. അയ്യയ്യയ്യയ്യേ, വകരവില്ലാത്ത ആൾക്കാര്. തമ്പുരാനെന്ന് കേൾക്കുമ്പോ താനെന്ന് എത്ര പേടിക്കുന്നത്? അല്ല, അത് എടോ, അവനവൻ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്താൽ ആർക്കും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഓ, എന്നാ വയ്ക്കോ. ഒരു ചെറിയ പ്രശ്നം എന്താ ജോൺസാ? എന്താ സാർ? ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് തമ്പുരാൻ ഒരാളെ കൂടെ അയച്ചിരിക്കണം. ഇവിടെ ഇപ്പൊ ഉള്ള സ്റ്റാഫിന് തന്നെ ജോലിയില്ല. അപ്പോഴാണോ പുതിയൊരാള്? ഉടമസ്ഥൻ പറഞ്ഞവര് നമുക്കെന്താ? സാറിന് അതൊക്കെ പറയാം. വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാഭം കുറയുമ്പോ തമ്പുരാൻ ചോദിക്കുന്നത് എന്നോടാ. അതൊക്കെ വർഷാവസാനല്ലേ. ഇതിപ്പോ ആള് വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ഓ, ഗുഡ് മോർണിംഗ് സാർ. അവിടെയല്ല, ഇവിടെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻപിള്ള. അതൊന്നും വേണ്ട. ക്വാളിഫിക്കേഷൻ? 3 ഡിഗ്രി. അതൊരു വലിയ ഡിഗ്രി ആണല്ലോ. പിന്നെ ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പാസ്സായിട്ടുണ്ട്. മഹാകാര്യമായി പോയി. താൻ ഇങ്ങോട്ട് വന്നപ്പോ ഗേറ്റ് തുറന്നു വന്ന ഒരാളില്ലേ, അയാൾ BA കാരനാ. തനിക്കറിയോ, ഇവിടത്തെ സപ്ലയേഴ്സിൽ പലരും BA കാരും MA കാരുവാ. അതൊക്കെ പോട്ടെ, പ്രീവിയസ് എക്സ്പീരിയൻസ് വല്ലതും? വളരെ കുറച്ച്. അതായത് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഒരു 3 മാസക്കാലം ഞാൻ ഒറ്റപ്പാലം ശാരദാവിലാസം ഹോട്ടലിൽ ക്യാഷിലായിരുന്നു. ഇവിടെ ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറുടെ വേക്കൻസി ഉണ്ട്. എന്താ, ജോയിൻ ചെയ്യുന്നു? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ക്ലറിക്കൽ ജോബോ അക്കൗണ്ടിങ്ങോ ആവുമ്പോ എനിക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞ് തനിക്ക് തരാൻ ഇപ്പൊ ഇവിടെ തൽക്കാലം ജോലിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാർ. പിന്നെ തമ്പുരാൻ പറഞ്ഞയച്ച ആളായതുകൊണ്ട് എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സാർ. അതാത് ദിവസങ്ങളിൽ കാഷ്വൽ ലീവ് എടുക്കുന്ന ആളുകളുടെ ജോലി താൻ ചെയ്യേണ്ടി വരും. സ്റ്റോർ കീപ്പർ ലീവ് എടുത്താൽ സ്റ്റോർ കീപ്പറുടെ, ക്ലർക്ക് ലീവ് എടുത്താൽ ക്ലർക്കിന്റെ, ടെലിഫോൺ ഓപ്പറേറ്റർ ലീവ് എടുത്താൽ ടെലിഫോൺ ഓപ്പറേറ്റർ. അത് കൊള്ളാം. ചുരുക്കി പറഞ്ഞ ഒരു ഓൾറൗണ്ടിങ്. ഇന്നിവിടെ 2 സപ്ലയേഴ്സ് ലീവിലാണ്. ഇയാളുടെ തുടക്കം ഒരു സപ്ലയർ ആയിട്ട് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്താ? ആയിക്കോട്ടെ സാർ. തനങ്ങോട്ട് വന്നേ. കൈയെടുക്കടോ. പോയി. ഇത് അളവ് ശരിയല്ല. തുടക്കമല്ലേ. ഇതൊക്കെ ഒരു വെസ്റ്റും ബോയും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. താനിങ്ങനെ വളഞ്ഞുകൂടി നടക്കാതിരുന്നാ മതി. നടന്നേ. എങ്ങനെയാ നടക്കേണ്ട? ഇങ്ങനെ 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 നടക്ക്. ഇതെന്താണോ, കക്ഷത്തിൽ വല്ല കുരുണ്ടോ? ഇല്ല. നടത്തൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ ഈ നെറ്റിലുള്ള പെയിന്റ് ആദ്യം ഒന്ന് മാറ്റി. അയ്യോ, ഈ ചന്ദനം മായ്ക്കാൻ മാത്രം പറയരുത്. ബാക്കി എല്ലാം നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം. ഒരു കുറിയല്ലേ, അതവിടെ കിടന്നോട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം. അപ്പോ ഇനി ഞങ്ങൾ പറഞ്ഞു തന്നതൊക്കെ താനും ചെയ്ത് കാണിച്ചേ. ഇത് കസ്റ്റമർ. ഓക്കെ. മേ ഹെൽപ്പ് യു സർ? അത് റെസ്റ്റോറന്റിൽ റൂമിൽ വരുമ്പോ. സോറി സർ. മേ കമിൻ സർ? ഇപ്പൊ തന്റെ കയ്യിൽ ട്രേ ഇരിക്കില്ലേ, അപ്പൊ തനിക്ക് ഇങ്ങനെ പാൻറ്റി പിടിക്കാൻ പറ്റുമോ? അതൊക്കെ വീട് ഉറഞ്ഞു പോയില്ലേ? സോറി സർ. യുവർ ടീ പ്ലീസ്. പ്ലേസ് ഇറ്റ് ദേർ. വെച്ചിട്ട് ഇനി ബില്ലല്ലേ? പിന്നെ അല്ലാതെ. പ്ലീസ് സൈൻ ദ ബിൽ സർ. താങ്ക് യു സർ. ഓക്കെ. ഈ ട്രേ കൂടി എടുത്തോണ്ട് പോ. അത് ചായ കുടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ? ചായ കുടിച്ചു എന്നങ്ങോട്ട് സങ്കല്പിച്ചാ മതി. Sorry. ഓവർ സ്മാർട്ട് ഒന്നും ആവണ്ട. സോറി സർ. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? നോ അഡ്മിഷൻ. പിന്നെന്തിനാ ഇതിലേ വന്നത്? അത് തനിക്കിത് എവിടെ നിന്ന് കിട്ടി യൂണിഫോം? അത് എവര് തന്നൊന്നുമല്ല, ഞാൻ തന്നെ എടുത്തിട്ടതാ. ഭേഷായിട്ടുണ്ട്. ഈ പരുവത്തിൽ താൻ കസ്റ്റമറുടെ മുറിയിലേക്ക് ചെന്ന കണക്കായിരിക്കും. പോയി യൂണിഫോം തന്റെ മെഷർമെന്റിന് കറക്റ്റ് ചെയ്ത് വാങ്ങിക്കേ. ശരി സർ. ചെല്ല്. തമ്പുരാന്റെ റെക്കമെൻഡേഷനിൽ വന്ന പാർട്ടിയാണ്, സൂക്ഷിക്കണം. സീസൺ ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ സത്യത്തിൽ ഇവിടെ എക്സസ് സ്റ്റാഫാണ്. ഈ സീസൺ കഴിയുമ്പോ ആരുടെ ചീട്ടാണ് കീറേണ്ടതെന്ന് തീരുമാനിക്കാൻ തമ്പുരാൻ അയച്ച ചാരനായിരിക്കും ചിലപ്പോ ഇവൻ. അയ്യോ, എനിക്കോ തോന്നി. അവനെ കണ്ടാലേ നല്ലൊരു ചാരന്റെ ചായ ഉണ്ട്. ഇനിയിപ്പോ ചാരനാണെങ്കിലും അല്ലെങ്കിലും അധികം റാഗിംഗ് ഒന്നും വേണ്ട. ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോ നിങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. പാരീസിലെ മദാമയുടെ ഫയറിംഗ് കേട്ട് യൂണിഫോറത്തിൽ മൂത്രമൊഴിച്ച വീരന്മാര് വരെ ഉണ്ട് ഇവിടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സാറിന് നല്ല ഓർമ്മയാണല്ലോ.
323 ഓർഡർ ചായ. അതിന് നടന്നു പോണേ. പിന്നെ എങ്ങനെയാ സാർ? എടോ അതിനാലോ തമ്പുരാൻ കാശ് ചെലവാക്കി ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. എന്നാലും ഇതുവഴി പോയാൽ എളുപ്പം ചെല്ലാമല്ലോ എന്ന് കരുതിയ. ഓ മോശകൂടൻ. എടോ ഇത് ചെറുപ്പളശ്ശേരിയല്ല, ഊട്ടിയാണ്. ഇതും കൊണ്ട് 3-ാം നിലയിൽ എത്തുമ്പോഴേക്കും ചായ കൂൾ ഡ്രിങ്ക്സ് ആവും. അത് മതി കസ്റ്റമറുടെ കംപ്ലൈന്റ് ഉണ്ടാവാൻ. ഓരോ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കല്ലേ. ലിഫ്റ്റ് കയറി പോടോ. Sorry. ലിഫ്റ്റ് കയറി പോടോ. താങ്ക് യു സാർ. ഇത് ഏത് ഫ്ലോറാ? വീണ്ടും താഴെ എത്തിയല്ലോ. ഇത് തേട് തന്നെയാണോ ഈശ്വര? ഓപ്പൺ ഓപ്പൺ. എന്തൊരു പരീക്ഷണ ഈശ്വര. യന്ത്രങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാ. നിക്ക് ഇതെന്താ ഇത്? ട്രേ സാർ. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? 3-ാമത്തെ നിലയിലെ ട്രേ എടുക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് കയറി അടഞ്ഞു പോയി സാർ. അപ്പൊ താനെന്തിനാ ട്രെയുമായിട്ട് ഇതിന്റെ അകത്ത് കയറിയത്? അത് മാനേജർ സാർ പറഞ്ഞിട്ടാ. എടോ അത് ഇതിന്റെ അകത്ത് കയറാനല്ല, ഇത് കസ്റ്റമേഴ്സിന് പോകാനുള്ള ലിഫ്റ്റാണ്. സർവീസ് ലിഫ്റ്റ് അപ്പുറത്താണ്. അതെവിടെ സാർ? എന്നാൽ ഞാനിതെടുത്ത് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട സാർ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് സാർ. ചെല്ല്. എന്റെ സുഖവും രക്ഷപ്പെട്ടു. ഇന്നൊന്നും പൊട്ടിപ്പോയ. അതെ നോക്കൂ, ഇത് ഏത് ഫ്ലോറാ? ഇത് 4th ഫ്ലോർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും 3rd ഫ്ലോറിൽ പോണോ? ഓ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് പോകേണ്ടത്. എന്നാലേ എന്നെ 3rd ഫ്ലോറിൽ ഒന്ന് വിടാമോ? ഓ അതിനെന്താ വിടാലോ. വളരെ ഉപകാരം. ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പൊക്കോണ്ടിരിക്കാം. യെസ് കം ഇൻ. മേ കമിൻ സാർ? അതല്ലേ ആദ്യം പറഞ്ഞത്? യുവർ ടീ പ്ലീസ്. മിക്സ് ദ ടീ. സാർ ഒരു ചായ മിക്സ് ചെയ്യാൻ. യെസ് സാർ. സാർ കടുപ്പം പാകത്തിന്. പഞ്ചസാര പറഞ്ഞല്ലോ പാകത്തിനെന്ന്. ഒന്നുമില്ല, ഒരു കപ്പ് തട്ടി താഴെ വീണു, അത്രേ ഉള്ളൂ. താൻ എന്തായി കാണിച്ചത്? സോറി സാർ, വെരി വെരി സോറി സാർ. അറിയാതെ കയ്യിൽ നിന്നും സ്ലിപ്പ് ചെയ്ത് പോയതാ. ഒരു അബദ്ധം പറ്റി. പരിചയക്കുറവുണ്ടാ. ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. ആദ്യത്തെ ഓർഡറാ. ദൈവത്തോർത്ത് സാർ കംപ്ലൈന്റ് ചെയ്യരുത്. ഈ ജോലി പോയാൽ എനിക്കും എന്റെ ഓപ്പോൾക്കും ഈ ജോലി മാത്രമേ ഉള്ളൂ സാർ. തരണം. ദൈവത്തോർത്ത് സാർ കംപ്ലൈന്റ് ചെയ്യരുത് സാർ. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. വേണ്ട വേണ്ട വേണ്ട, താൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം എടുത്തോണ്ട് പൊയ്ക്കോ. ഐ എം റിയലി സോറി സാർ. പറഞ്ഞല്ലോ ഇറ്റ്സ് ആൾ റൈറ്റ് എന്ന്. സാർ ബില്ല്. ബില്ലോ? ഓർഡർ കൊടുത്ത് ഡെലിവറി എടുത്താൽ ബില്ല് എഴുതും. അത് കസ്റ്റമേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങണമെന്ന. രാവിലെ കണ്ണാടിയിൽ കണി കണ്ടത് എന്റെ തന്നെ മുഖ. അപ്പോഴേ തീരുമാനിച്ചു. ഞാനും എന്റെ മുഖം തന്നെയാ കണ്ടത്. അതുകൊണ്ടാ. എന്താ നിന്റെ പേര്? അപ്പുക്കുട്ടൻപിള്ള. അപ്പുക്കുട്ടൻപിള്ള. ഇപ്പൊ പോ. താങ്ക് യു സാർ. സാറ് ചായ കുടിച്ചില്ലല്ലോ? അതല്ലേ ഞാൻ കിടക്കുന്നത്? അല്ല സാർ, അല്പം ഇതിനകത്തുണ്ട്.
അപ്പൊ കുട്ടമ്പിള്ള ഒരു കാര്യം ചെയ്യും, അതങ്ങ് ചെവിയിലോട്ട് ഒഴിച്ചോ. സത്യമായിട്ടും ഐ എം റിയലി സോറി സാർ. ഇനി താൻ സോറി പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇനി സോറി പറയില്ല, സോറി. എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ ആദ്യത്തെ ഓർഡർ? നന്നായിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ ഏത് മുറിയിലേക്കാ? 412 ഗസ്റ്റിനാ. കുടിക്കാൻ കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ വേണമെന്ന്. ഈ ഓർഡർ ആ ഫ്ലോറിലേക്കുള്ളതാണ്, 423ലേക്ക്. എന്തിനാ രണ്ടാളും കൂടി മെനക്കിടുന്നു? ഇതിലൂടെ കൊണ്ടുപോയിക്കോ പ്ലീസ്. എന്താ ഇതില്? ടീ സെറ്റ്. ഇതും ചായയാണോ? കൃഷ്ണ, എന്നെ വിളിച്ചോ? ആ ചില്ലൊന്നും തട്ടിപ്പൊട്ടിക്കല്ലേ. നീ അവിടെ എന്തെടുക്കുക? ഞാൻ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കായിരുന്നു. ഓ, താമസം തുടങ്ങുന്നതിന്റെ അവകാശം കൊണ്ട് ഉറപ്പിക്കായിരിക്കും അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അയ്യോ, അപ്പുവിന് ഐശ്വര്യമായിട്ടൊരു ജോലി കിട്ടി, അന്തസ്സുള്ള ആൾക്കാരുമായിട്ട് താമസിക്കല്ല സൗകര്യം കിട്ടി. എല്ലാം ഈശ്വരാനുഗ്രഹ. അതെ അതെ, ഈ സന്തോഷത്തിന്റെ പേരിൽ കലാപരമായിട്ട് നമുക്കിരുന്ന് ആഘോഷിക്കുന്നു. പിന്നെ അയ്യോ, കലാപരിപാടി ഞാന് വേണമെങ്കിൽ ഒരു 4 വരി പാട്ട് പാടാം. അയ്യോ, അതല്ലടോ, എന്തെങ്കിലുമൊക്കെ കടിച്ചും കുടിച്ചും. അത്രേ ഉള്ളോ? പറഞ്ഞോളൂ. അടുക്കളയിൽ പാവയ്ക്ക ഇരിക്കണ്ടല്ലോ. നല്ല ഒന്നാം തരം പാവയ്ക്കക്കറി ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ഗോതമ്പ് മാവുണ്ടെങ്കിൽ കുറച്ച് ദോശയും. എന്റെ അപ്പു, ഇത് അതല്ല. പിന്നെ ഓ, സർവത്തോ? സർവത്തല്ല, ഇങ്ങനെ ഒരു മരങ്ങോടൻ. എടോ ശീമൻ, ശീമമദ്യൻ. അയ്യോ, ഞാൻ കുടിക്കില്ല. അപ്പു കുടിക്കരുത്, കുടിക്കാൻ പാടില്ല. ഒരു 100 മണീസ് ഇങ്ങോട്ട് കൊടുത്തേ. 100 മണീസോ? എന്റെ കയ്യിൽ ആകെ 130 ഉറുപ്പിയുള്ളൂ. അത് സാരമില്ല, 30 രൂപ തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. വേഗം എടുക്കപ്പോ, ജോൺ സാർ വരാറായി. അതെ, എന്നും ഇതേപോലെ ആഘോഷിക്കേണ്ടി വരും. ആ, ആഘോഷമൊന്നും ഉണ്ടാവും, പക്ഷെ അപ്പുവിന്റെ വക ആഴ്ചയിൽ ഒരിക്കലും മതി. പോരെ? അപ്പൊ പേടിക്കുന്ന ചെല്ലേ. പ്രിയപ്പെട്ട ഓപ്പോൾക്ക്, ഇവിടത്തെ ജോലിയും താമസവും സുഖമാണ്. ദൈവഗത്യ വളരെ നല്ല കുറച്ച് ആളുകളാണ് കൂട്ടത്തിൽ. സൽസ്വഭാവികളും ഈശ്വര വിശ്വാസികളും. എന്റെ കാര്യത്തിൽ എല്ലാവർക്കും പ്രത്യേക ശ്രദ്ധയാണ്. എന്നെ കൊണ്ട് അധികം ജോലി ചെയ്യിക്കാതെ. എന്താ? എടാ, നീ അതിനകത്ത് ചടഞ്ഞിരിക്കാതെ മൊന്തയിലിത്തിരി വെള്ളം എടുത്തോണ്ട് വാ. വേഗം വാ. ദാ ഇപ്പൊ കൊണ്ടുവരാം. അവന് ഈയിടെ വേണ്ടേ? പോരെ പോരെ, ഒഴുകി ഒഴുകി. മതി. ഇത് മൂന്നാമത്തെ. താങ്ക് യു. അയ്യോ, എരി, എരി. അയ്യോ, അതും പൊട്ടിച്ചു. എടാ, അവന്റെ സ്വന്തം കാശിന് വാങ്ങിച്ചതാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നീ തുള്ളാണോ അതോ നാമം ചോദിക്കുകയാണോ? രണ്ടും കൂടി തന്നെയാ. നാരായണായ നമഃ. നീ അല്ലാതെ കൊച്ചു കൊടുക്കാൻ കാലത്ത് ആരെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കും? നാഥ വിഷ്ണു ഹരേ. അത് ഊട്ടിയിൽ എന്റെ കാര്യം. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കൂ. പനി വന്നാലും ശരി, മനസ്സും ശരീരവും ശുദ്ധാവണമെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം എന്നാ ഓപ്പോൾ പറയാറ്. ലേക്കിലോട്ട് അങ്ങനെ ചെല്ലും. അവിടെ ആകുമ്പോൾ നന്നായിട്ട് നീരാടം വെള്ളമുണ്ട്, വേഗം മടിയായി കിട്ടുകയും ചെയ്യും. നാരായണായ നമഃ. കുർബാന സമയം തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് ആളുകൾ വന്നെത്തുന്നത്. അതിന്റെ ഇടയ്ക്ക് 1 അരമണിക്കൂർ കത്തി പ്രസംഗം. അതങ്ങനെ തോന്നും. എങ്ങനെ? സത്യവിശ്വാസികളുടെ മനസ്സിന് ചഞ്ചലാട്ടം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളാ അച്ഛൻ പ്രസംഗിച്ചത്. ഓ, അത് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അലിസേ. ഹായ് ജോൺ സർ. ഹായ് ഡേന. See you. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. അയ്യോ, തെറ്റിദ്ധരിക്കരുത്. ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മദാമയാ. സത്യമായിട്ടും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഇവിടെ അടുത്ത് എവിടെ അമ്പലം ഉള്ളതെന്ന് സാറിന് അറിയാമോ? അമ്പലം എവിടെയാണെന്നറിയോ? പറഞ്ഞ പോലെ ആരടുത്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കില്ലേ? ചോദിച്ചും കറങ്ങി സമയം കളഞ്ഞ് കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അയ്യോ, സമയം തെറ്റിക്കില്ലേ സാർ? ചെല്ലിയല്ലേ. വാ. ഇവൻ മണ്ടൻ കളിക്കുകയാണോ അതോ ഒറിജിനൽ മണ്ടനാണോ? അങ്ങനെ തോന്നും. അയാൾക്ക് പകരം വല്ല പെൺകൊച്ചും ആയിരുന്നെങ്കിൽ സഹതാപം കൊണ്ട് ഉരുകിയേനെ. ആലിസേ, നമ്മൾ തമ്മിലൊരു ഉടമ്പടിയുണ്ട്. വിഴുപ്പലക്കാനായാലും ചവിട്ടി മെതിക്കാനായാലും മുറിയുടെ വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ട് നമ്മൾ മാത്രം ഉള്ളപ്പോ അത്രേ പാടുള്ളൂ.
അത് തെറ്റിച്ച് നീ ഇങ്ങനെ എവിടെ വെച്ചും സംശയത്തിന്റെ ഭാണ്ഡം അഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഞാൻ വല്ല അതിക്രമവും കാണിക്കും.